ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ പച്ചക്കൃഷി തോട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് കുമ്പളങ്ങ വള്ളി നേരത്തെ പൂത്ത് കായ്ക്കേണ്ടതായിരുന്നു. അപ്പോഴേക്കും തന്നെ മയിലുകൾ വന്ന് അതിൻ്റെ ഇലകളൊക്കെ കൊത്തിത്തന്ന് വള്ളി കേടുവരുത്തി. പിന്നെ ഞാൻ രണ്ടാമത് ചാരവും മണ്ണും വളമൊക്കെ കൂട്ടി കൊടുത്തിട്ട് ഉണ്ടായത് ഇപ്പോൾ അതാ പൂക്കാൻ തുടങ്ങി. ഒരു പിഞ്ചിട്ടിട്ടുണ്ട്. വലുതാകുമെന്നും അറിയില്ല. എന്നാലും ഇത് മുഴുവൻ ഉറുമ്പ് കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേശം മഞ്ഞപ്പൊടിയൊക്കെ വിതറി കൊടുത്ത് അതിനെ നേരാക്കി എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഒരു പയർ ചെടി വളർന്നു വന്നിട്ടുണ്ട്. ആ പയർ ചെടി പറഞ്ഞ് നല്ല നാടൻ പയറാണ്, നീളത്തിലുണ്ടാകും. അതൊന്നും തന്നെ എനിക്ക് ധാരാളം കഴിഞ്ഞ വർഷം വിത്ത് വീണിട്ട് മുളച്ചതാണ്. ധാരാളം പയർ കിട്ടി. അതുപോലെ ഇതാ ഇഞ്ചി. ഞാൻ ഇഞ്ചി കൃഷി പറഞ്ഞ് അങ്ങനെ വിപുലമായ തോതിൽ ചെയ്തതല്ല. വീട്ടിൽ കറി വയ്ക്കാൻ വേണ്ടി വാങ്ങിയ ഇഞ്ചി. അതിലൊക്കെ മുള വന്നപ്പോൾ അതിനെയൊക്കെ മണ്ണിലിട്ട് കുറച്ച് ചാരവും ഇതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 2.5 വർഷം 3 വർഷമാകാനായിട്ടുള്ള വഴുതിനിങ്ങ തൈയാണ്. ഇത് കൊലയായിട്ടുണ്ടാകുന്ന ഒരു വഴുതിനിങ്ങയാണ്. ഒരു കൊലയിൽ തന്നെ 2-3 എണ്ണം ഉണ്ടാവും. പക്ഷേ അത്ര വലുതാവുമൊന്നുമില്ല. അങ്ങനെയുള്ള തൈയാണ്. ഇത് വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കേടുവന്ന് ഞാൻ അവിടുന്ന് പഴക്കി ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇത് പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നന്നായി വെള്ളം കൊടുത്ത് നനച്ചപ്പോൾ അത് വീണ്ടും തളിർത്തു. അതിൻ്റെ താഴെ നിന്ന് പുതിയ കിളിർപ്പ് വരുന്നുണ്ട്. ഇനി ഞാൻ ഈ വഴുതിനിങ്ങ വലിച്ചു കഴിഞ്ഞാൽ ഈ മോൾ ഭാഗം കളഞ്ഞിട്ട് ആ താഴ്ഭാഗം മാത്രം സംരക്ഷിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പതിവ്. പിന്നെ ഇതെൻ്റെ ചീരകൃഷിയാണ്. ചീരകൃഷി പറഞ്ഞാൽ ഇവിടെ മുമ്പ് വലിയൊരു ചീര ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ അതിൻ്റെ വിത്തുകളെല്ലാം വീണ് ഇവിടെ തന്നെ മുളച്ച നല്ല ഫ്രഷായിട്ടുള്ള ചീരകളാണ്. യാതൊരു വളമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വെള്ളം ഒരു നനവ് മാത്രം കൊടുത്താൽ മതി. മായമില്ലാത്ത ചീര. അത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവർക്കും. ഇതെൻ്റെ ഒരു നാരക ചെടിയാണ്. ഒട്ടുനാരങ്ങയാണ്. ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അതിന് കായ കുറച്ച് ചെറുനാരങ്ങകൾ പിഞ്ചിട്ടിട്ട് പൂട്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചാരവും വെള്ളമൊക്കെ കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കും. ഇടയ്ക്ക് എല്ലാ ചെടികൾക്കും ഞാൻ ഇടയ്ക്ക് 3-4 മാസം കൂടുമ്പോൾ ലേശം ചുണ്ണാമ്പ് പൊടി ചുറ്റും വിതറി കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കും. ഇതെൻ്റെ വെണ്ടയ്ക്ക ചെടി. ധാരാളം വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. നല്ല നീളത്തിലുള്ള വലിയ വെണ്ടയ്ക്ക. അതൊക്കെ ഞാൻ പറിച്ചെടുത്ത ശേഷമുള്ളതാണ്. ഈ കാണുന്ന ഇനി നിറയെ 4 ഭാഗത്തു കൂടി കിളിർപ്പ് വരുന്നുണ്ട്. അതിലൊക്കെ ഇനി വെണ്ടയ്ക്ക ഉണ്ടാക്കും. ഇതെൻ്റെ ഒട്ടുമാവാണ്. ഇത് ഞാൻ നാരങ്ങ ചെടിയുടെ ഒപ്പം തന്നെ വാങ്ങി വെച്ചതാണ്. 3-4 മാസമായിട്ട് പുതിയ കിളിർപ്പൊന്നും കാണാതായപ്പോൾ പേടിച്ചു പോയി. നശിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ തളിരൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോഴേക്കും നല്ല കായ്ഫലം കിട്ടുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ കുരുമുളക് ചെടി ഞാൻ ധാരാളമായിട്ട് പ്രാവശ്യം ഉണ്ടായി. അതിനെയൊക്കെ വലിച്ച് പുഴുക്കി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിനൊന്നും കിട്ടും. ബാക്കിയുള്ളത് നമ്മുടെ ബന്ധുക്കാർക്കൊക്കെ കൊടുക്കും. ഇത് കാന്താരി 2 ചെടികൾ ഒരെണ്ണം അപ്പുറത്തുണ്ട്. ഇതിൽ തന്നെ എനിക്ക് ധാരാളം എൻ്റെ ആവശ്യത്തിനുള്ളത് കിട്ടാറുണ്ട്. വെള്ളവും ചാരവും മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ ചാമ്പയ്ക്ക മരം. അത് പൂത്ത് കായ്ച്ചു കഴിഞ്ഞു. ധാരാളം വെള്ളം വേണ്ടൊരു ചെടിയാണിത്. ഇനി അടുത്ത് തന്നെ വീണ്ടും കായ്ക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇപ്പോഴുള്ള കൃഷിത്തോട്ടത്തിലെ കൃഷി. പിന്നെ ഇത് കൂടാതെ ചേന കണ്ടോ. ഈ തൊടി നിറയെ ചേനയും ചേമ്പും നിറഞ്ഞു നിന്നിരുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇവിടെ രാത്രിയായ പന്നികളുടെ ശല്യം ധാരാളം ഉള്ളതുകൊണ്ട് എല്ലാ ചെടികളും പഴക്കി മണ്ണ് മാന്തി ചേനയൊക്കെ അവർ തിന്നിട്ട് പോയി. ഇപ്പോൾ ആകെ ഉള്ളത് ഇതൊരെണ്ണം ഞാൻ ഈ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച കാരണം നിൽക്കുകയാണ്. പന്നികളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് സാരിയും നൂല് ചെടികളൊക്കെ ചുറ്റും വെച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. എങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.